ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യൂട്ടായിട്ടുള്ള ടെസ്റ്റൊക്കെ ചെയ്തെടുത്താലോ നമുക്ക്? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഗ്രീൻ കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. ഇനി അത് ഇതിൽ കൊടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരേ അളവിലുള്ള 2 പീസ് പേപ്പറാണ് കേട്ടോ നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി നമ്മളെടുത്തിരിക്കുന്ന 2 പേപ്പറിൻ്റെയും ഏതെങ്കിലും ഒരു അറ്റം ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ മുകളിലൂടെ ആയിട്ട് പേപ്പർ 2 സൈഡിലേക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ പേപ്പർ കഴിയുന്നത് വരെ മടക്കിയെടുക്കാം. പിന്നെ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പേപ്പർ ഫുള്ളായിട്ട് മടക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ ടോപ്പ് പോർഷനിൽ പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം മറ്റേ അറ്റത്തോട് ചേർത്ത് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് വെക്കാനായിട്ട് ചെറിയൊരു ബേസ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അതേ കളറിലുള്ള പേപ്പർ തന്നെ എടുക്കുക. എന്നിട്ട് അത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ വൈറ്റ് കളർ പെന്ന് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ മടക്കിയെടുത്ത പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ വെക്കാനായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുക്കുക. ഞാനിവിടെ റെഡ് കളർ ഒറിഗാമി പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ കുറച്ച് മീഡിയം സൈസിൽ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി എപ്പോഴത്തെയും പോലെ തന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത യെല്ലോ കളർ പേപ്പർ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലുള്ള യെല്ലോ കളർ പേപ്പറിന് ചുറ്റുമായിട്ട് വൈറ്റ് കളർ പെന്ന് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ലൈൻ കൂടി വരച്ചെടുക്കുക. ഇനി ഈ ഒരു ഫ്ലവർ നമുക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള പേപ്പറിൻ്റെ ടോപ്പ് പോർഷനിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡെസ്റ്റിക്കർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.
അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.